ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു ഫ്രൈഡ് റൈസ് ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ബസ്മതി റൈസ് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിൻ്റെ ശേഷം നമ്മൾ വെള്ളമൊക്കെ വാർത്തിയെടുത്തിട്ട് നന്നായിട്ട് കുറച്ചധികം തന്നെ വെള്ളം എടുത്തിട്ട് നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്കയും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മളൊന്നിങ്ങനെ നന്നായിട്ട് ഒരു 80% നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള റൈസാണ്. എന്നിട്ട് നമ്മൾ അതൊന്ന് ഊറ്റിയെടുത്തിട്ട് ചൂടാറാൻ വെക്കുകയാണ്. ചൂടാറാൻ ശേഷം അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് റൈസ് കുറച്ചധികം വേവിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. തമ്മിലിങ്ങനെ ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ തലേ ദിവസം കുക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെ അതേ ഒരു രീതിയിൽ നമുക്ക് ഫ്രൈഡ് റൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഏകദേശം 2 കപ്പ് റൈസായിട്ട് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ നോക്കാം. 1/4 കപ്പ് ബീൻസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/4 കപ്പിൽ കുറച്ചുകൂടെ കൂടുതൽ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ കളർ ക്യാപ്സിക്കം 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കോളിഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്യാബേജ് ഉണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാബേജ് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോളിഫ്ലവർ തിന്നായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് 3 മുട്ട ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ച് ചെറുതായിട്ടൊന്നിങ്ങനെ പീസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ സോയാ സോസ് നമുക്ക് വേണം. അതുപോലെ തന്നെ ചില്ലി സോസ്, ടൊമാറ്റോ സോസ് വേണ്ട കേട്ടോ. അപ്പോൾ ചില്ലി സോസ്, പിന്നെ അതുപോലെ തന്നെ ഞാൻ ബ്ലാക്ക് കളറ് പെപ്പർ പൗഡർ, അതുപോലെ തന്നെ വൈറ്റ് കളർ പെപ്പർ പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ ബ്ലാക്ക് കളർ പെപ്പർ പൗഡറിനെ യൂസ് ചെയ്താൽ മതി. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ സംഭവങ്ങളും റെഡിയാക്കി എടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി എടുക്കുക കേട്ടോ. അല്ലാതെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പോയി എടുക്കാനുള്ളൊരു സമയമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് വലിയ പാൻ തന്നെ നമ്മൾ നോക്കിയെടുക്കുക. അപ്പോൾ ഇത് കുറച്ച് വലിയൊരു പാൻ തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെയായിട്ട് ഇടുന്നത്. നന്നായിട്ട് ആ പാന് ചൂടാൻ ശേഷം ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചതിന് ശേഷം, സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ 3 മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഇതൊന്നിങ്ങനെ കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്നിങ്ങനെ പാനിന് മാറ്റുകയാണ്. അപ്പം നമ്മളിത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എന്നാലും നമ്മളിതിൽ മുട്ടയും വെജിറ്റബിൾസും ചിക്കനൊക്കെ ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു പാനിൽ തന്നെ ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 3-4 വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ആ ഒരു എണ്ണയിൽ ഫ്രൈ ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓരോ വെജിറ്റബിൾസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിം തന്നെയാട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ബീൻസ് ചേർത്ത് കൊടുത്തു, അതുപോലെ കോളിഫ്ലവർ, പിന്നെ ക്യാബേജ് ഉണ്ടെങ്കിൽ നമുക്ക് അതും ചേർത്ത് കൊടുക്കാം. ഇനി ക്യാപ്സിക്കം 2-3 കളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഗ്രീൻ കളർ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും ക്യാപ്സിക്കം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമുക്ക് ആ ഒരു ബീൻസും ക്യാരറ്റും മാത്രം വെച്ചിട്ടൊക്കെ വേണമെങ്കിലും ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് സാധാരണ നമ്മൾ ഓരോ ഇതൊക്കെ ചെയ്യുന്ന പോലെ വെജിറ്റബിൾസ് ഇങ്ങനെ ഒരുപാട് കുക്ക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സ്ക്രാമ്പിൾ ചെയ്ത മുട്ട നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിക്കൻ വേവിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഇത് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ചിക്കൻ ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇതുപോലെ വെജിറ്റബിളും മുട്ടയും മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ വേവിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ചിക്കനും കൂടി ഉണ്ടാകുമ്പോൾ. ഒരു 3-4 പീസ് എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വേവിച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ എല്ലൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ ചിക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മളിതെല്ലാം കൂടെ ഒന്ന് കുറച്ച് സമയം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ സോയാ സോസ്, 2 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്, 1/4 ടീസ്പൂൺ പഞ്ചസാര ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ഫ്ലെയിം തന്നെ കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ആ ഒരു സോയാ സോസും ഈ ചില്ലി സോസൊക്കെ ആ ഒരു ചിക്കനിലും കോഴിമുട്ട അതുപോലെ തന്നെ വെജിറ്റബിൾ എല്ലായിടത്തേക്കും മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തന്നെ നമ്മളിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം ഏകദേശം ഞാൻ പറഞ്ഞല്ലോ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് മാത്രം നമ്മളിത് കുക്ക് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്ന് എടുക്കാൻ പോകുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റിലൊക്കെ വ്യത്യാസം വരും. ഫ്ലെയിം ഇങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ വരുമ്പോൾ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നല്ല പശയൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റൈസ് തന്നെ കേട്ടോ നമുക്ക് കിട്ടുക. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെയുള്ള നല്ലൊരു ഫ്രൈഡ് റൈസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഞാൻ വൈറ്റ് പെപ്പർ പൗഡറും കുറച്ച് സോൾട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുട്ടയിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ചിക്കനിലും ഉപ്പിട്ടിട്ടുണ്ട്. ബാക്കി വെജിറ്റബിൾസിലൊന്നും നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ സോയാ സോസിലും അതുപോലെ റെഡ് ചില്ലി സോസിലൊക്കെ കുറച്ച് ഉപ്പുണ്ടാകും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അത് എത്ര വേണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഇനി നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അരിയൊന്നും മുറിഞ്ഞു പോവാതെ ഇതുപോലെ വുഡൻ സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു അരിയുടെ കളറൊക്കെ എല്ലാ ഭാഗത്തും ഒരേപോലെ ആകുന്ന രീതിയിൽ വരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ കയ്യിൽ സെലറി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് വളരെ ഈസി ആയിട്ട് വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ചിക്കനും മുട്ടയും വെജിറ്റബിളും ഒക്കെ ചേർത്തിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ഇല്ലാന്നുണ്ടെങ്കിൽ മുട്ടയും വെജിറ്റബിളും ചേർത്ത് ഉണ്ടാക്കിയെടുത്താൽ മതി. മുട്ടയില്ലെങ്കിൽ വെജിറ്റബിളും ചിക്കനും അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടാണ്. അതിൻ്റെ സ്മെല്ലൊക്കെ കറക്റ്റ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ആ ഒരു ഫ്രൈഡ് റൈസ് കൊണ്ടുവരുമ്പോൾ ആ ഒരു കറക്റ്റ് സ്മെല്ലും ടേസ്റ്റൊക്കെ തന്നെ ആയിട്ടുണ്ട്. ഇതിന് ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടോടുകൂടി തന്നെ കഴിക്കുക കേട്ടോ. നമ്മളിങ്ങനെ അടച്ചു വെച്ചിട്ട് ആ ഒരു ആവി ഇറങ്ങി അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ പോകും. അല്ലാതെ നമ്മൾ വീണ്ടും ചൂടാക്കി കഴിക്കുമ്പോഴൊക്കെ ടേസ്റ്റ് മാറും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ വളരെ ഈസി ആയിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ റൈസ് കൊഴിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. 80% കുക്ക് ചെയ്തെടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും നമ്മൾ എടുത്ത് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യണേ.